പുള്ളിയുടെ ഈ ചാരിറ്റിയൊക്കെ കാണുമ്പോൾ പട്ടണ പ്രവേശനത്തിനകത്ത് കരമന ജനാർദ്ദനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ മയക്ക് വരുന്ന കഞ്ചാവ് ഒക്കെ നടത്തിയിട്ടേ കാലഘട്ടമെന്ന് പറയുന്നില്ലേ, അനാഥ കുട്ടികളെ സംരക്ഷിക്കണം അല്ല. അപ്പം അതാണ് ഒരു ആശ്വാസം. അതാണെങ്കിൽ അവിടെ ഇവിടെ ഈ പറഞ്ഞ ഉടായ്പ് കാണിച്ചിട്ട് കുറച്ച് ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ജനത്തെ പറ്റിക്കാം. ഈ ചാരിറ്റിയുടെ മറവിൽ എന്ത് ഉടായ്പും കാണിക്കും? എനിക്ക് ഒട്ടും വർക്കേ ഇങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സുകാർ. ബിസിനസ് ചെയ്ത് എത്രയോ ക്വാളിറ്റിയോട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എത്രയോ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ആരെയും ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നുള്ള രീതിയിൽ സഹായിക്കുന്നത് എത്രയോ മനുഷ്യരുണ്ടെന്നേ. കോടിക്കണക്കിനുള്ളവരുണ്ട്, ലക്ഷങ്ങളുള്ളവരുണ്ട്, 10,000 ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ നാട്ടിലൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് 10 രൂപ ചലഞ്ച്, അതിൽ 10 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സാണ്. അല്ലാതെ ഇപ്പം ഞാനിതിലേക്ക് നടന്നു വരുന്നു, അവിടെ അമ്മ വയ്യാതിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഒരാളെ മൊബൈലിനെ കൊണ്ട് പിടിച്ചിട്ട് രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തോട്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തിട്ട് റീൽ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് സാഡ് മ്യൂസിക് ഇട്ടിട്ട് അമ്മയുടെ തലയിൽ നിറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഭേദപ്രാടാന്ന് ഞാൻ പറയും. ഇങ്ങനെ കാണിക്കുന്ന പോലെ അതൊന്നും ഒരിക്കലും അതൊക്കെ എന്ന് പറയുന്നത് ചാരിറ്റിയുടെ ഇവനെയൊന്നും അങ്ങനെ പെടുത്താനേ പാടില്ല. പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് ഉടായിപ്പോയി. സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ കുറേ പരസ്യമൊക്കെ കൊടുത്ത് വെച്ചു. ഇതല്ല മെയിൻ പ്രശ്നം. മാർക്ക് ഞാൻ നേരത്തെ കണ്ടു. ഗംഭീരം. ഞാനൊരു പടത്തിൽ ചെയ്തതായിട്ട് അഭിനയിച്ചായിരുന്നു. ഒരു 5 ദിവസം ഫൈറ്റ് ഉണ്ടായിരുന്നു. മാർക്കോട് തന്നെ ഫൈറ്റ് മാസ്റ്റർ കരകാൻ നടന്ന് ഫൈറ്റ് ചെയ്യിച്ചു. 5 ദിവസം ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പാടും പതുക്കേട് തുടങ്ങി. 60 ദിവസമൊക്കെ ഉണ്ണി അത്രയൊക്കെ അത് എനിക്ക് ഉണ്ണിയുടെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ 2014 എനിക്ക് അറിയുന്ന ആളാണ്. വിക്രമാദിത്യ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു കഥ പറയുന്നത് അടുപ്പോൾ സൗഹൃദമാണ്. അന്ന് ഉണ്ണിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പം ഒരു ബ്രൂസ്ലിയുടെ പടവും സൂപ്പർമാൻ്റെ പടമൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഇഷ്ടം അവിടെയായിരുന്നു. പക്ഷേ നമ്മുടെ മലയാളത്തിൽ അയാളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെക്കാട്ടി കൂടുതലും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ കൺഫ്യൂഷനായി ഏതിലേക്ക് പോയി സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുള്ളത്. ഇപ്പം കറക്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകും. സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഉണ്ണിയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ വർക്കല്ല. ഇപ്പോൾ വയലൻസ് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു. ഞാൻ പണ്ട് ചുള്ളിയിൽ തെറിക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അതേ ഫോർമാറ്റ് ഇപ്പം നമ്മളെ യോജിച്ചേട്ടൻ്റെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു റിവ്യൂവർത്തിലുണ്ട്. അവർ ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ വേണ്ടി ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് ഏതോ ഒരു ചെറിയൊരു പോയിന്റിൽ സ്ത്രീയെ കാണിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഗർഭപാത്രം ചവിട്ടി പൊളിച്ച് കൊച്ചിനെ പുറത്തെടുക്കുന്ന സീനിൽ ഇയാൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഞാൻ സിനിമ അഭിപ്രായമല്ല, ഉണ്ണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കുറേ കാലത്തെ കഷ്ടപ്പാടുകൾക്ക് അയാളുടെ കാത്തിരിപ്പിന് അർഹിച്ചൊരു അംഗീകാരം കാലം കൊടുത്തൊരു സിനിമ കൂടിയാണ്. അതെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടുതൽ സന്തോഷം. മാക്സിമം വരട്ടെ. നമുക്ക് ജോൺ വിക്ക് പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ണിക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള സിനിമ. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന മേഖലയല്ല സിനിമ. എന്നെ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കുന്നു. ഇപ്പോൾ ഒരു പടം വരുന്നുണ്ട്, ഫെബ്രുവരിയിൽ ഷൂട്ടെന്ന് ഒരു പടം. ഞാൻ അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളാണ്. തോന്നിയിട്ടില്ലല്ലോ ഈ പുറത്ത് ടൂറൊക്കെ പോയിട്ട് ഈ സിംഹത്തിൻ്റെ കടവൻ്റെ കൂടെയുള്ള പുറത്ത് ടൂർ പോയിട്ട് ഞാൻ നിൻ്റെ കൂടെ കുറച്ച് സമയം അതിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിനൊക്കെ എൻ്റെ പകുതി ധൈര്യം പോലെ അവിടേക്ക് ഇത് എനിക്ക് ഞാനൊന്ന് പറയും. അടുത്ത സമയത്ത് നിങ്ങളെ കുറേയൊക്കെ മര്യാദ വേണം കേട്ടോ. ഒമ്മളിത്തരങ്ങളും വൃത്തികളും പരമാവധി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയത്. അത് പോയി കഴിഞ്ഞതിന് ശേഷം പോകണ്ടാന്ന് തോന്നി. നിങ്ങൾ കാരണം അതൊക്കെ തോന്നുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. എവിടെ നിന്ന് പകർത്തണമെന്നുള്ള ബോധം ഇല്ലായ്മയായി. ഞാൻ പറഞ്ഞു ഇനി വല്ല പോച്ചയെ കുറിച്ചും പറഞ്ഞു പറഞ്ഞേ കണ്ടല്ലേ പാരൽ വേദിൽ നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നത് നല്ലത്. ഞാനിന്ന് വൈകിട്ട് പടത്തിൻ്റെ ഡിസ്കഷനായിട്ട് വന്നേ. ഞാൻ എന്നാൽ പിന്നെ റൂം എടുത്തേക്കാൻ ഞാൻ അറിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചാടുമെന്ന്. ഞാൻ എനിക്ക് ഒരു റൂം എടുക്കാതെ നമുക്ക് ഗ്രൗണ്ട് പാസ് ചെയ്ത് എനിക്കൊരു സ്വീകരണം ഇതല്ലേ അറിഞ്ഞത് പടത്തിൽ പോയി വരട്ടെ. ശരിയാണ് ആവശ്യത്തിനുള്ള കിട്ടി.